നമസ്കാരം. 4 മണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. പുതുവർഷം പിറന്നത് തന്നെ ഒരു യുദ്ധത്തെ പറ്റി അല്ലെങ്കിൽ ഒരു യുദ്ധമുഖം തുറക്കപ്പെടാൻ പോകുന്നു എന്ന വാർത്ത കേട്ടുകൊണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസം ജനുവരി 2026 ജനുവരിയുടെ ആദ്യ നാളുകളിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം അമേരിക്കൻ സൈന്യം വെനിസ്വലയിൽ നടത്തിയ ആ ഒരു സൈനിക നടപടി അതിശയത്തോടെ ഞെട്ടലോടുകൂടി തന്നെയാണ് ലോകം നോക്കിക്കണ്ടത്. മാത്രമല്ല വെനിസ്വലൻ പ്രസിഡന്റ് മഡൂറോയെ അമേരിക്കൻ സൈന്യം അവിടെ നിന്നും റാഞ്ചുന്നു, ന്യൂയോർക്കിലെത്തിക്കുന്നു. പിന്നെ വിചാരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സൈനിക നടപടി ലോകക്രമത്തിൽ പ്രത്യേകിച്ച് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റ് എന്തൊക്കെയാണ്? പലപ്പോഴും പലരും ആശങ്കപ്പെടുന്നത് പോലെ പുതിയ പുതിയ യുദ്ധമുഖങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊട്ടിപ്പുറപ്പെടുമോ? ഒപ്പം തന്നെ ട്രംപ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു നടപടി ഒരു ട്രെൻഡ് സെറ്ററായിട്ട് മാറാനുള്ള ഒരു സാധ്യതയുണ്ടോ? യഥാർത്ഥത്തിൽ മഡൂറോ ഹീറോയാണോ വില്ലനാണോ? ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ വെനിസ്വലൻ ജനതയ്ക്കില്ലാത്ത സങ്കടം എന്തുകൊണ്ടാണ് കേരളത്തിലെ സഖാക്കൾക്ക്? ഈ വിഷയങ്ങളാണ് 4 മണി ചർച്ച ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു അമേരിക്കയിൽ നിന്നും ഇൻഡോ അമേരിക്കൻ സെന്ററിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ വിൻസെന്റ് സേവിയർ പാലത്തിങ്കൽ, ഒപ്പം തന്നെ അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ വിൻസെന്റ് സേവിയർ, ഈ ഒരു നടപടി, ട്രംപ് എടുത്തിരിക്കുന്ന ഈ ഒരു നടപടി, നമുക്കറിയാം ദിവസങ്ങളായിട്ട് ആ ഒരു മേഖല പുകയുകയായിരുന്നു. ഈ കരീബിയൻ കടലിൽ അമേരിക്കൻ നാവിക സേന വലിയ രീതിയിലുള്ള സൈനിക അഭ്യാസങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു സൂചന അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നു. ട്രംപ് എടുത്തിരിക്കുന്ന ഈ ഒരു നടപടിയെ അമേരിക്കൻ ജനത എങ്ങനെ നോക്കിക്കാണുന്നു? ഇപ്പോൾ കമല ഹാരിസിന്റെ ഭാഗത്തു നിന്നൊക്കെ വിമർശനം ഉയർന്നിട്ടുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ ചില പ്രൊട്ടസ്റ്റ് ഒക്കെ ഇതിനെതിരെ നടന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അമേരിക്കയിലെ ഒരു പൊതുവികാരം ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് ശ്രീ വിൻസെന്റ് സേവിയർ? താങ്ക് യു ജോർജി ഫോർ ഹാവിംഗ് മീ. അമേരിക്കയിലെ പൊതുവികാരം മോർ ഓർ ലെസ് സപ്പോർട്ടിംഗ് പ്രസിഡന്റ് ട്രംപാണ്. ഇപ്പം നമുക്കറിയാം അമേരിക്കയിലെ ഒരു ഹൈലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷനാണ് ഇപ്പം നിലവിലിരിക്കുന്നത്. പ്രത്യേകിച്ചും പ്രസിഡന്റ് ട്രംപ് ആയതുകൊണ്ട് തന്നെ ട്രംപ് ഡിറേഞ്ച്മെന്റ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു വികാരം വളരെ സ്ട്രോങ് ആണ് ഈ ഡെമോക്രാറ്റിക് ലിബറൽ സോഷ്യലിസ്റ്റിന്റെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഡെഫിനറ്റായിട്ട് എതിരഭിപ്രായം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അറ്റ് ദി സെയിം ടൈം ഈ സെയിം സംഭവം ഇതുപോലെ തന്നെയുള്ള സംഭവമാണ് പനാമയിലെ മാനുവൽ നൊറീഗനെ പിടിച്ചുകൊണ്ട് വന്നപ്പോഴും, ഒസാമ ബിൻ ലാഡൻ അറ്റാക്ക് ചെയ്ത് കൊന്നപ്പോഴും, പാകിസ്ഥാന്റെ ബൗണ്ടറി ക്രോസ് ചെയ്ത് ഉള്ളിൽ പോയി കൊന്നപ്പോഴും പ്രസിഡന്റ് എടുത്തിട്ടുള്ളത് ഈ സിമിലർ ആയിട്ടുള്ള സമീപനങ്ങളാണ് അമേരിക്കൻ പ്രസിഡന്റുമാർ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു പുതുമയൊന്നുമില്ല. ഇതൊരു വലിയ വാറിലേക്കോ ഇതൊന്നും പോകാൻ പോകുന്നില്ല. അമേരിക്കയിലെ കോർട്ട് ഇൻഡൈറ്റ് ചെയ്തിട്ടുള്ള ഗ്രാൻഡ് ജൂറി ഇൻഡൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മഡൂറോ. ഡ്രഗ് ക്രൈംസിനും ഡ്രഗ് റിലേറ്റഡ് ടെറർ ക്രൈംസിനും ഇൻഡൈറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മഡൂറോ. അപ്പം മഡൂറോനെ പിടിക്കുന്നത് മാനുവൽ നൊറീഗനെയൊക്കെ പിടിച്ചതുപോലത്തെ തന്നെ ഒരു സംഭവമേ ആകുന്നുള്ളൂ. അപ്പോൾ ഇതൊരു വലിയൊരു പുതിയ വാറോ പുതിയ പ്രശ്നങ്ങളോ ഉണ്ടാക്കാൻ പോകുന്നൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അറ്റ് ദി സെയിം ടൈം ട്രംപ് ആയതുകൊണ്ട് ഇത് പ്രൊട്ടസ്റ്റ് ഇളക്കി വിടാനായിട്ട് ഡെമോക്രാറ്റുകൾക്ക് വളരെ എളുപ്പമാണ്. ഇതിനു മുമ്പുള്ള ഇത്തരം നീക്കങ്ങളിൽ അമേരിക്ക ഒറ്റക്കെട്ടായിട്ട് ഓൾമോസ്റ്റ് ഒറ്റക്കെട്ടായിട്ട് പ്രസിഡന്റിന്റെ പുറകിൽ നിന്നപ്പോൾ ഈ സംഭവത്തിന്റെ പുറകിൽ അങ്ങനെ നിൽക്കാത്തതിന്റെ ഒറ്റ കാരണം അത് ട്രംപ് ആണെന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ ഇതിനെ പ്രത്യേകിച്ച് ഒരു പുതുമയൊന്നുമില്ല. ഇതൊരു ഹീസ് എ ഡ്രഗ് കാർട്ടൽ ലീഡർ, ഹീസ് എ ടെററിസ്റ്റ്. അപ്പോൾ അമേരിക്കയുടെ നിയമം അനുസരിച്ച് ടെററിസ്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ആളെ, ഇൻഡൈറ്റ് ചെയ്തിട്ടുള്ള ആളെ പിടിക്കാനായിട്ടുള്ള ജുഡീഷ്യൽ ആയിട്ടുള്ള ഒരു ആക്ഷൻ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പാം ബോണ്ടി, ഇപ്പം നമ്മുടെ അറ്റോർണി ജനറൽ പാം ബോണ്ടിയും ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അത് അവര് അമേരിക്കയുടെ ആഭ്യന്തര കാര്യങ്ങളിലെ ജുഡീഷ്യറിയുടെ ചീഫാണ് അറ്റോർണി ജനറൽ എന്ന് പറയുമ്പോൾ. ഷീ ഈസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദിസ്. വൈ? ബിക്കോസ് ഇറ്റ്സ് എൻ അമേരിക്കൻ ജുഡീഷ്യൽ പ്രോസസ്. ഹി വാസ് ഇൻഡൈക്റ്റഡ് ബൈ ദ അമേരിക്കൻ കോർട്ട്, അമേരിക്കൻ ഗ്രാൻഡ് ജൂറി. അപ്പോൾ അദ്ദേഹത്തെ പിടിക്കാനായിട്ട് 50 മില്യൺ ഡോളേഴ്സിന്റെ ബൗണ്ടി ഇയാളുടെ തലയ്ക്കുള്ളതാണ്. ഹീസ് എൻ ഇന്റർനാഷണൽ ഫ്യൂജിറ്റീവ് ആസ് ഫാർ ആസ് വി ആർ കൺസേൺഡ്, ആസ് ഫാർ ആസ് അമേരിക്ക ഈസ് കൺസേൺഡ്. അപ്പൊ നാച്ചുറലി ഇതൊരു അമേരിക്കൻ ലീഗൽ പ്രോസസ്സിന്റെ ഒരു പാർട്ട് മാത്രമാണ് ഇദ്ദേഹത്തെ പിടിച്ചത്. ഇതൊരു വലിയൊരു സംഭവത്തിലേക്കൊന്നും പോകാൻ പോകുന്നില്ല. ഓക്കെ, ട്രംപ് ഈ അടുത്തിടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുക അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മഡൂറോ ഈ വെനിസ്വലയിലെ ജയിലുകൾ അമേരിക്കയിലേക്ക് തുറന്നിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവിടുത്തെ ക്രിമിനലുകളെ അമേരിക്കയിലേക്ക് ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ് എന്നൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അത് എത്രത്തോളം രൂക്ഷമാണ് ആ ഒരു വിഷയം, പ്രത്യേകിച്ച് ഈ അവിടെ നിന്നുള്ള ഈ അഭയാർത്ഥി പ്രവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യത്തിൽ? ഇപ്പം ബൗണ്ടറി ഇപ്പോൾ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്.
സദേൺ ബോർഡർ, അമേരിക്കയുടെ സദേൺ ബോർഡർ ഇപ്പൊ 0% ആണ് ഇപ്പോഴത്തെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ റേറ്റ്. ഓക്കെ. അപ്പോൾ മുൻപ് നാച്ചുറലി എങ്ങനെയുണ്ടായിരുന്നു? മുമ്പത്തെ ഒരു സിറ്റുവേഷൻ. ബൈഡന്റെ 4 വർഷം ഇറ്റ് വാസ് ടോട്ടലി ഓപ്പൺ. ബൈഡൻ ഓക്കെ. ഓപ്പൺ ആയിട്ട് ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു ആൾക്കാരോട് വരാൻ പറഞ്ഞിട്ട്. ആൾക്കാർക്ക് വരുന്നവർക്കെല്ലാം എൻട്രി കിട്ടുന്നു, വരുന്നവർക്കെല്ലാം യാതൊരു ഡോക്യുമെന്റ്സും ഇല്ലാതെ അസൈലത്തിനുള്ള പ്രോസസ്സ് തുടങ്ങുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു തഗ് റോഗ് റൂളറാണ് മഡുറോ. അപ്പോൾ അവിടെ നിന്നുള്ള അവർക്ക് ആവശ്യമില്ലാത്ത ക്രിമിനൽ ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുമായിരുന്നു അമേരിക്കയിലേക്ക് കയറി പോരാണ്ട്. അതിന്റെ പുറകിൽ മഡുറോയുടെ മാത്രമല്ല, അല്ലെങ്കിൽ വെനസ്വേലയുടെ മാത്രം ബുദ്ധിയല്ല അതിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്. അതിന്റെ പുറകിൽ ചൈനയുടെയും റഷ്യയുടെയും, അതായത് അമേരിക്കൻ അഡ്വേഴ്സറീസിന്റെ എല്ലാവരുടെയും ഒരു കൂട്ടായ ബുദ്ധിയായിരുന്നു അത്. ആ ഇമിഗ്രേഷൻ വാദം തുറന്നിട്ട് ആ ഒരു സമയം വിനിയോഗിച്ച് എത്രയും മോശമായിട്ടുള്ള രീതിയിലുള്ള ക്രിമിനൽസിനെ അമേരിക്കയിൽ കടത്തി എന്തും ചെയ്യാൻ പ്രാപ്തരായിട്ടുള്ള ക്രിമിനൽസിനെയും ടെററിസ്റ്റിനെയും അമേരിക്കയിൽ കടത്തുക എന്നുള്ള ആ ഒരു സമീപനം അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളായ, അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങളെന്ന് അമേരിക്ക കരുതുന്ന ചൈന, റഷ്യ, ഇറാൻ എല്ലാവർക്കും അതിനകത്ത് പങ്കുണ്ട്. അവരെല്ലാം മഡൂറോയുടെ കൂട്ടാളികളായിരുന്നു. മഡൂറോ അവർക്കെല്ലാം അഭയം കൊടുത്തിരുന്നു. അപ്പോൾ ഈ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ, ഇപ്പം പണ്ടത്തെ മൺറോ ഡോക്ടറിനൊക്കെ അനുസരിച്ച് അമേരിക്ക ഇവിടുത്തെ ഈ വെസ്റ്റേൺ റീജിയനിൽ, ഈ ഒരു ഹെമിസ്ഫിയറിൽ വേറൊരു ഫോറിൻ അഡ്വൈസറിക്ക് ഒരിക്കലും ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനാണ് പണ്ട് നിലവിലിരുന്നത്. അപ്പോൾ അമേരിക്ക ആ ഒരു സമീപനം ഒന്ന് മൃദുവാക്കിയപ്പോൾ ഉണ്ടായ ഒരു പ്രശ്നമാണ് ഈ ഫോറിൻ അഡ്വൈസറീസ് മഡുറോയെ പോലെയുള്ള, അല്ലെങ്കിൽ ക്യൂബയെ പോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന്, വെനിസ്വേലയെ പോലെയുള്ള സ്ഥലങ്ങളിൽ വന്ന് അവിടെ താവളം ഉറപ്പിക്കുകയും അത് അമേരിക്കക്കെതിരായിട്ട് ഉള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാനായിട്ടുള്ള ഒരു താവളമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻ. അതൊരിക്കലും ഒരു രാജ്യസ്നേഹിയായ ഒരു പ്രസിഡന്റിന് ലോങ് ടൈമിൽ എന്ത് സംഭവിക്കും, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു പ്രസിഡന്റിന് ഒരിക്കലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആക്ഷൻ ഉണ്ടായതും ഇത്തരത്തിലുള്ളൊരു നീക്കം ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതും. ഓക്കെ. ഒരു ഡോക്ടർ ജോസ്റ്റോൺ മല്ലികശ്ശേരിയോട് ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ജോസ്റ്റോൺ മല്ലികശ്ശേരി, ഈ ഒരു വിഷയം, ട്രംപ് വെനിസ്വേലയിൽ എടുത്തിരിക്കുന്ന ഈ ഒരു നടപടി, അത് മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? കാരണം ട്രംപ് ഓൾറെഡി തന്നെ ഗ്രീൻലാൻഡിനെ നോട്ടമിട്ട് കഴിഞ്ഞിരിക്കുന്നു, കൊളംബിയയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു, ക്യൂബയ്ക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല ഈ അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും ഒക്കെ ചില ആഭ്യന്തര വിഷയങ്ങളിൽ ചില താക്കീതുകളൊക്കെ, ഹോണ്ടുറാസിൻ്റെയൊക്കെ ആഭ്യന്തര വിഷയങ്ങളിൽ ചില താക്കീതൊക്കെ ട്രംപ് നൽകുന്നുണ്ട്. അപ്പോൾ ഈ വെനിസ്വേല ഇത്തരത്തിലുള്ള പല രാജ്യങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഇറാൻ, ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഏത് നിമിഷം ഇനി ഒരു സർജിക്കൽ സ്ട്രൈക്ക് അങ്ങനെ എന്തെങ്കിലും നടക്കാനുള്ള സാധ്യത കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു വെനിസ്വേല മറ്റ് പലയിടങ്ങളിലും ട്രംപ് ആവർത്തിക്കാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ടോ ഡോക്ടർ ജോസ്റ്റോൺ മല്ലികശ്ശേരി? അങ്ങനെ ഒരു സാധ്യത ഇറാനെ സംബന്ധിച്ച് നിശ്ചയമായിട്ടുണ്ട്. കാരണം ഇറാനിൽ ഇപ്പോൾ പബ്ലിക് അപ്സർജ് വലിയ തോതിൽ നടക്കുകയാണ്. ഖമനേയി മാറേണ്ട സമയമായിരിക്കുന്നു. കാരണം ഈ പറയുന്ന വെനിസ്വേലയില് ആളുകൾ എത്രത്തോളം മഡുറോയ്ക്ക് എതിരായിരുന്നോ അതിനേക്കാൾ എതിരായിട്ട് ഇപ്പോൾ ഇറാനിൽ ആളുകൾ ഖമനേയ്ക്ക് നേരെ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഖമനേയുടെ നേരെ ഇത്തരം ഒരു ആക്ഷൻ, പക്ഷെ അത് ഒരിക്കലും ഒരു സോളിറ്ററി ആക്ഷൻ ആയിരിക്കില്ല. ഇസ്രായേൽ അവിടെ ഉണ്ട്, മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങളുടെ ഒക്കെ സഹകരണത്തോടു കൂടിയുള്ള ഒരു സംഗതിയായിരിക്കും. ഇവിടെ ഇപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഒറ്റയ്ക്ക് ചെയ്തൊരു സംഗതിയാണ്. ഈ ഒരു കാര്യം മറ്റു രാജ്യങ്ങളുടെ നേരെ, കൊളംബിയയുടെ നേരെയോ അല്ലെങ്കിൽ ബ്രസീലിന്റെ നേരെയോ അല്ലെങ്കിൽ ക്യൂബയുടെ നേരെയോ അല്ലെങ്കിൽ ഗ്രീൻലാൻഡിന്റെ നേരെയോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇത് ദിവസം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. അമേരിക്കയെ സംബന്ധിച്ച് ഈ പറയുന്ന വെനിസ്വേലയിൽ അവർക്ക് വളരെ കൃത്യമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒളിച്ചു വെക്കാനാവാത്ത സംഗതികളാണ്. അത് ഒരു ഓയിൽ റിച്ച് ആയിട്ടുള്ള സ്ഥലമാണ് എന്നുള്ളൊരു വസ്തുതയാണ്. അവരെ മുൻപിൽ എടുത്തു പിടിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ മഡൂറോ എന്ന് പറയുന്ന ആളുടെ ഈ പറയുന്ന ചൈനയോടുള്ള ലിങ്ക്, റഷ്യയോടുള്ള ലിങ്ക്, ഇറാനോടുള്ള ലിങ്ക്, അതുപോലെ ഇസ്ലാമിസ്റ്റുകളുമായിട്ടുള്ള ബന്ധം, ഡ്രഗ് പെഡലേഴ്സുമായിട്ടുള്ള ബന്ധം, കൂടാതെ ഈ അഭയാർത്ഥികളുടെ പ്രശ്നം, ഇതെല്ലാം വളരെ റിയൽ ആയിട്ടുള്ള സംഗതി തന്നെയാണ്. അമേരിക്കയെ സംബന്ധിച്ച് അങ്ങേയറ്റം ഭീഷണി ഉണ്ടാക്കുന്ന വസ്തുതകളാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ അമേരിക്ക എന്നുള്ള രാജ്യത്തിന് തലപ്പത്തിരിക്കുന്ന വ്യക്തി, ആ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ചുമതലയുള്ള ആള് എന്ന നിലയിൽ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാവുന്ന പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ചെയ്യാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം. കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാം. കഴിവുണ്ടായിരുന്നുകൊണ്ട് അയാളത് ചെയ്തു. ഇതാണല്ലോ പാകിസ്ഥാനെ നമ്മൾ ബംഗ്ലാദേശിൽ ചെയ്തതല്ലേ. നമ്മൾ ബംഗ്ലാദേശില് 1971 ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികൾ മുഴുവൻ ഇന്ത്യയിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഏകദേശം 1 കോടിയോളം ആളുകൾ ഇന്ത്യയിൽ പ്രവേശിച്ച് നമ്മുടെ ഇന്ത്യക്ക് താങ്ങാനാവാത്തൊരു സാഹചര്യം വന്നപ്പോ
പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിനെ വേർപ്പെടുത്തുകയല്ലാതെ ഇന്ത്യക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. അത് പാകിസ്ഥാന്റെ ഭാഗമല്ലേ എന്ന് നമുക്ക് ചോദിക്കാം. നമ്മളോട് ഇടപെടാൻ പാടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം. ജനാധിപത്യപരമായി ശരിയാണോ ചോദിക്കാം, ചോദ്യമൊക്കെ ചോദിക്കാം. പക്ഷേ ഈ രാജ്യത്തേക്ക് വരുന്ന ഈ കടന്നു കയറുന്ന മനുഷ്യന്മാരെ കൂടെ തീറ്റിപ്പോയിട്ടുണ്ട്. അതിനുള്ള ശേഷം നമുക്കുണ്ടോ? ഇവിടെ ഓൾറെഡി പട്ടിണിയാണ്. അപ്പൊ പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്ന കാര്യം അന്ന് ബംഗ്ലാദേശിൽ ഇടപെട്ട് പാകിസ്ഥാനെ അവിടുന്ന് തുരത്തി ബംഗ്ലാദേശിനെ ഫ്രീ ആക്കി അവിടുന്ന് അഭയാർത്ഥി പ്രവാഹത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ അത് ഇന്ത്യയുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ഏതാണ്ട് ഒരു സിമിലർ സിറ്റുവേഷൻ അമേരിക്കയുള്ളത്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹമാണ്. ഏകദേശം 80 ലക്ഷത്തോളം ആളുകളാണ് ഈ വെനിസ്വേലയിൽ നിന്ന് അമേരിക്കയിലേക്ക് കടന്നു കയറിയിട്ടുള്ളത്. അവിടെ ആകെയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത് 3.1 കോടി ആളുകളാണ്. അപ്പൊ ഈ 80 ലക്ഷം എന്ന് പറയുന്നത് അവിടുത്തെ ജനത്തിന്റെ ഏതാണ്ട് 20% അത് 25% ആൾക്കാരാണ് അവിടെ നിന്ന് ചെറിയൊരു കാലഘട്ടം കൊണ്ട് അമേരിക്കയിലേക്ക് കടന്നു കയറിയത്. അതിനകത്ത് ഒരുപാട് ക്രിമിനൽസും നല്ല ഇന്റൻഷനോടെ അല്ലാതെ പ്രവേശിച്ച ആളുകളും ഒരുപാട് ആളുകൾ ഉണ്ടാവും. അത് രാജ്യത്തിന് വരുത്തി വയ്ക്കുന്ന ഭീഷണി എന്ന് പറയുന്നത് അതിഭീകരമാണ്. അപ്പൊ അത് തന്നെ അവിടെ നിന്ന് അത്രത്തോളം അഭയാർത്ഥികളെ അമേരിക്കയിലേക്ക് അയച്ചു എന്നുള്ളത് തന്നെ വലിയൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അതിന് പുറമെയാണ് ഈ ഡ്രഗ് ടെററിസം എന്ന് പറയുന്നത്. ഡ്രഗ് ടെററിസം എന്നുള്ള വാക്ക് ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടി ഡ്രഗ്സിനെ ഉപയോഗിക്കുന്നു എന്നാണ് ഡ്രഗ് ടെററിസം എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. ഇപ്പം ഡ്രഗ് പെഡലിംഗ് ഇനി കൊളംബിയയിൽ നിന്നുള്ള ഡ്രഗ് ആണെങ്കിലും ശരി, വെനിസ്വേലയിൽ ഉപയോഗിക്കുന്ന ഡ്രഗ് ആണെങ്കിലും ശരി, അമേരിക്കയിലേക്ക് ആ ഡ്രഗ് കടത്തിക്കൊണ്ട് വരുന്നതിന് അവരുടെ ഭാഗത്ത് തെളിവുകളുണ്ടെന്ന് അവർ പറയും. അവർ പറയുന്നത് നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ തരമില്ല. കാരണം അവർ ആ കൃത്യമായ തെളിവുകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. വേറൊന്ന് ഇസ്ലാമിസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് അമേരിക്ക അഡ്വൈസറീസുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് തൊട്ട് മുൻപ് സംസാരിച്ച ആൾ പറഞ്ഞു. അപ്പൊ അത് ഈ ISIS ലിങ്ക് അതിനകത്തൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ലോകം മുഴുവൻ പരന്നു കിടക്കുന്ന ഇസ്ലാമിസ്റ്റ് ടെററിസം എന്ന് പറയുന്ന സംഗതി അത് ലോകം മുഴുവൻ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും സംസാരിക്കുന്ന പോലെ ഈ കേരളത്തിൽ വരെ കിടക്കുന്ന നെറ്റ്വർക്കാണത്. അത് കവർ ചെയ്യാത്ത രാജ്യങ്ങളില്ല. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലൂടെയും കവർ ചെയ്ത് കിടക്കുന്ന ഈ ഒരു നെറ്റ്വർക്ക് ഇന്ന് ഇതുപോലെയുള്ള ചൈനയാവട്ടെ, ഇറാനാണ് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇവരെ ഭയങ്കര ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇതുപോലെ ഒരു നെറ്റ്വർക്ക് ഇന്ന് ലോകത്തിൽ നിലവിലില്ല. ഇത്രയധികം രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന, ഇത്രയധികം രാജ്യങ്ങളിൽ പിടിപാടുള്ള ഒരു നെറ്റ്വർക്ക് ലോകത്തിൽ നിന്ന് വേറെ നിലവിലില്ല. അപ്പൊ ഇസ്ലാമിസ്റ്റുകൾ വഴി നിങ്ങൾക്ക് എന്തും ട്രാൻസാക്ട് ചെയ്യാം, ഡ്രഗും ട്രാൻസാക്ട് ചെയ്യാം. അപ്പൊ ലോകം മുഴുവൻ നിങ്ങൾക്ക് ഡ്രഗ് കള്ളക്കടത്ത് നടത്താൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും മെച്ചപ്പെട്ട ഉപകരണം, ഏറ്റവും ഒന്നാന്തരം ഉപകരണം, ഏറ്റവും നല്ല നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇസ്ലാമിസ്റ്റുകളാണ്. അപ്പൊ ആ ഇസ്ലാമിസ്റ്റുകളെ ഇദ്ദേഹം ഉപയോഗിച്ചിട്ട് തെളിവുകളുണ്ട് എന്ന് പറയപ്പെടുന്നു. ഹിസ്ബുള്ളയുടെ സാന്നിധ്യത്തിന് തെളിവുകളുണ്ടെന്ന് പറയപ്പെടുന്നു. മാത്രമല്ല ഇവരുടെ സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നു വെനസ്വേലയിലെ കടന്നതിനെ ആദ്യം അപലപിച്ചത് പാലസ്തീൻ അതോറിറ്റിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷമാണ് ഇറാൻ അപലപിച്ചത്. അതിനുശേഷമാണ് റഷ്യയും ചൈനയും ക്യൂബയും അപലപിച്ചത്. അപ്പൊ അവരുടെ ഒരു താല്പര്യം ഇതിനകത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ലോകത്തിലുള്ള ഈ ടെററിസ്റ്റ് നെറ്റ്വർക്കിന്റെ ഹബ്ബായിട്ടുള്ള ഇറാനുമായിട്ടുള്ള ബന്ധം, അത് ലാറ്റിൻ അമേരിക്കയിലെ ഇവരുടെ ഡയറക്റ്റ് ലിങ്ക്, ഇസ്ലാമിസ്റ്റുകളുടെ ഡയറക്റ്റ് ലിങ്ക് വെനിസ്വേല ആയിരുന്നു എന്ന് സംശയിക്കാൻ സാധ്യതയുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അവിടെയുള്ള വലിയ ഓയിൽ ഡെപ്പോസിറ്റ് അത് ആ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ എടുക്കുവാനായിട്ട് ഖനനം ചെയ്തെടുക്കുവാനായിട്ട് ഭരണാധികാരിയെ കൊണ്ട് സാധിക്കുന്നില്ല. രാജ്യത്ത് പട്ടിണിയാണ്. നമ്മളുടെ ഇവിടെ കേരളത്തിൽ വലിയ പ്രകടനങ്ങൾ നടന്നു. കാന്തപുരം മുസ്ലിയാർ പ്രതിഷേധിച്ചു, MA ബേബി പ്രതിഷേധിച്ചു, ഇങ്ങനത്തെ ആളുകളൊക്കെ പ്രതിഷേധിക്കുന്നുണ്ട്. പക്ഷെ ആ രാജ്യത്ത് ജനങ്ങൾക്ക് പ്രതിഷേധമില്ലല്ലോ. അവരുടെ റെസ്പോൺസ് എന്താണെന്നല്ലേ നോക്കേണ്ടത്. ആളുകൾ സ്ട്രീറ്റിൽ ഡാൻസ് ചെയ്യാണ് ഇയാൾ പോയതിന്റെ പേരിൽ. അപ്പൊ അവരുടെ നാട്ടിലെ ഓയിൽ എക്സ്കവേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് ഖനനം ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉപകാരം കിട്ടുന്ന രാജ്യത്ത് തന്നെയാണ്. പ്രൈവറ്റ് കമ്പനീസ് ആണ് ചെയ്യുന്നതെങ്കിൽ പോലും അതിന്റെ ഉപകാരം കിട്ടുന്നത് രാജ്യത്തിനാണ്. ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് കമ്പനികളാണ്. എല്ലാ കാലത്തും വെനസ്വേലയിൽ ഓയിൽ ഖനനം എന്നുള്ള ഭാഗം ചെയ്തിരുന്നത് പ്രൈവറ്റ് കമ്പനികളാണ്. അപ്പൊ അത് ഒരു കണക്കിന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചൊരു പോസിറ്റീവ് കാര്യമാണ്. കാരണം ഇവരുടെ ഓയില് ഡെൻസിറ്റി കൂടിയ ഓയിലാണ്. അത് എല്ലാ റീഫൈനറീസിലും റിഫൈൻ ചെയ്യാനാവില്ല. ഇന്ത്യയിലെ റിഫൈനറുകളൊക്കെ അതിന് സ്പെഷ്യൽ എക്യുപ്ഡ് ആണ്. കാരണം നമ്മുടെ നാട്ടില് കുടിച്ചെടുക്കുന്ന ഓയിലും ടൈപ്പ് ഓഫ് ഹെവി ഓയിലാണ്, ഡെൻസിറ്റി കൂടിയ ഓയിലാണ്. നേരെ മറിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കുഴിച്ചെടുക്കുന്ന ഓയിലുകൾ ഈ പറയുന്ന അത്രയും ഡെൻസിറ്റി ഉള്ള ഓയിലല്ല. അത് ഡിസ്റ്റിൽ ചെയ്തെടുക്കുവാൻ വേണ്ട റിഫൈനറികളിൽ ഈ വെനിസ്വേലൻ ഓയിൽ റിഫൈൻ ചെയ്തെടുക്കാനാവില്ല. അപ്പൊ വെനിസ്വേലൻ ഓയിലിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന, അത് ഡിസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന റിഫൈനറികൾ കൂടുതലായുള്ള രാജ്യം ഇന്ത്യയാണ്. അപ്പൊ അവിടുത്തെ ഓയിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സംഗതിയാണ്. ഒരുപക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് അതും ഒരു ലക്ഷ്യമായിരിക്കാം. കാരണം ഇന്ന് ലോകത്തിലെ ഓയിലിന് ക്ഷാമമുണ്ട്. റഷ്യൻ ഓയിലിന് അതുകൊണ്ട് തന്നെ ഡിമാൻഡ് കൂടുതലുണ്ട്.
യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയും ഒക്കെ റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നുണ്ട്. ഈ വെനസ്വേലിയൻ ഓയിൽ മാർക്കറ്റിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് റഷ്യൻ ഓയിലിന്റെ ഡിമാൻഡ് കുറയുകയും അത് ഉക്രൈനിയൻ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള നീക്കം നടത്താൻ അമേരിക്ക സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഇത് ഒരുപാട് പോയിന്റുകൾ, ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അമേരിക്ക നടത്തിയ ഒരു നീക്കമാണ് എന്ന് വിചാരിക്കണം. അവരുടെ രാജ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ വെനസ്വേലയിൽ സംഭവിക്കുന്നത് കൊണ്ട് അമേരിക്കയുടെ ഇടപെടുന്നതിൽ തെറ്റൊന്നുമില്ല. ഇടപെടാൻ മിടുക്കുണ്ടെങ്കിൽ ഇടപെടാം, മിടുക്കുള്ളത് കൊണ്ട് അവർ ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടി, അതായത് ഇപ്പോൾ അമേരിക്ക നടത്തിയ ഒരു ഇടപെടൽ, ആ ഒരു കോണ്ടെക്സ്റ്റ്, അത് തീർച്ചയായിട്ടും നമ്മൾ പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ ശക്തമായിട്ടുള്ളൊരു നിലപാട് എടുത്തു. അപ്പോൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ആ ബംഗ്ലാദേശിൻ്റെ എക്സാമ്പിളും ഈ ഒരു സാഹചര്യത്തോട് ചേർന്ന് പോകുന്നതാണ്. തീർച്ചയായിട്ടും ഇന്ത്യ ശക്തമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ്, എടുക്കേണ്ട ഒരു നിലപാട് തന്നെയാണ് ആ ഒരു കാലഘട്ടത്തിൽ എടുത്തത്. എന്നാൽ ഇതിൻ്റെ ഒരു മറുവശം നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ, ഇപ്പോൾ അമേരിക്ക ഈ ഒരു കാലഘട്ടത്തിൽ 2026 എടുത്ത ഈ ഒരു നടപടി അത് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ളൊരു സാധ്യതയില്ല. അതായത് അതിനൊരു റെഫറൻസ് ആക്കിക്കൊണ്ട് ഇപ്പോൾ ചൈന പറയുന്നു, ഇപ്പോൾ അമേരിക്ക ചെയ്ത പോലെ ഞങ്ങൾ തൈവാനിലേക്ക് കടന്നു കയറും, അമേരിക്ക അത് ചെയ്തില്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പുടിൻ ഒരു സുപ്രഭാതത്തിൽ യുക്രൈനിൽ നിന്നും ഈ സെലൻസ്കിയെ പൊക്കിയെടുത്തുകൊണ്ട് ഇങ്ങനെ റഷ്യയിലേക്ക് എത്തിക്കുന്നത് അമേരിക്ക ചെയ്തില്ലേ? അങ്ങനെ ആ ഒരു റെഫറൻസിനെ നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു കാര്യത്തെ ലോക പൊളിറ്റിക്സിലെ ചിലർ ഇങ്ങനെ ദുരുപയോഗം ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടോ? അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു ഇമ്പാക്ട് സൃഷ്ടിക്കത്തില്ലേ ലോകക്രമത്തിൽ? അത് ചെയ്യാൻ വേണ്ടി ട്രംപ് ഇത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സെലൻസ്കിയെ പൊക്കിക്കൊണ്ട് വരാൻ റഷ്യക്ക് പറ്റാത്തത് കൊണ്ടാണ് അവർ പൊക്കാത്തത്. അത് ചെന്നാൽ പൊങ്ങത്തില്ല. അങ്ങനെ സെലൻസ്കിനെ എടുക്കാനൊന്നും കിട്ടത്തില്ല. ഒന്ന്. രണ്ട്, തായ്വാനിൽ അങ്ങനെ കയറി തൊടാൻ പറ്റത്തില്ല. തായ്വാനെ തൊട്ട് കഴിഞ്ഞാൽ അമേരിക്ക ആരാധന ചൈന അറിയും. അപ്പൊ അതുകൊണ്ട് ചൈന തായ്വാനിൽ കയറിട്ടൊന്നും ചെയ്യാനും പോകുന്നില്ല. ശേഷിയോട്ട് ഇവരൊക്കെ ഇത് ചെയ്തേനെ. ഒന്നും ഇത് കരുത്തിന്റെ ഒരു മത്സരം തന്നെയാണ്. നമ്മൾ എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും കരുത്തുള്ളവർ തന്നെയാണ് ഡോമിനേറ്റ് ചെയ്യുക. ഇവിടെയും അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ചൈനയും റഷ്യയും ഒക്കെ കാലാകാലങ്ങളിൽ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് ചൈന കടന്നു കയറിയില്ലേ? നമ്മുടെ കേരളത്തോളം വലിപ്പമുള്ള ഭാഗം അവർ പിടിച്ചോണ്ട് പോയിട്ടുണ്ട്. നമ്മളെ കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റാത്തത് നേരെ പാകിസ്ഥാനോട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇതൊരു കരുത്തിന്റെ വിഷയം തന്നെയാണ്. കരുത്തന്മാരെന്നും ഇത്തരം പരിപാടികൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ന്യൂക്ലിയർ വെപ്പണൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ന്യൂക്ലിയർ വെപ്പൺ ഇല്ലെങ്കിൽ നമ്മളെ മിഡിൽ ഈസ്റ്റ് പണ്ടേ ചാരി ചെത്തിക്കൊണ്ട് പോയേനെ. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് ന്യായത്തിന്റെ വിഷയങ്ങളൊന്നുമില്ല. എല്ലാവരുടെയും ആഗ്രഹം അവരതിനകത്ത് അവരുടെ ഉള്ളിലുണ്ട്. അവരെ കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് മാത്രം അവർ ചെയ്യാത്തതാണ്. അമേരിക്ക കൊണ്ട് ശേഷിയുള്ളത് കൊണ്ട് അവരിത് ചെയ്തു എന്നാണ് ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കുന്നത്. ഇവിടെ പോളിറ്റായിട്ട് വർത്താനൊക്കെ പറയാം, പക്ഷെ സംഭവിച്ചിട്ടുള്ളത് അതാണ്. വളരെ വ്യക്തമാണ്, മനോഹരമായിട്ട് അങ്ങ് അവതരിപ്പിച്ചു. ശ്രീ വിൻസൻ, നമുക്കറിയാം ഈ ട്രംപ് അധികാരത്തിൽ കയറിയപ്പോഴൊക്കെ ഈ മാധ്യമങ്ങൾ, അവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ട്രംപിനെ എപ്പോഴും ശത്രുപക്ഷത്താണ് നിർത്തുന്നത്. ട്രംപ് ഉരുളയ്ക്ക് ഉപ്പേരി കണക്കെ അവർക്ക് കൃത്യമായിട്ടുള്ള മറുപടിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ മാധ്യമങ്ങൾ, അവിടുത്തെ അമേരിക്കൻ മാധ്യമങ്ങൾ സ്വീകരിച്ച ഒരു നിലപാട് എന്താണ്? അതിനൊരു എത്രത്തോളം പിന്തുണ മാധ്യമങ്ങളിൽ നിന്നും ട്രംപിന് ഈ ഒരു വിഷയത്തിൽ ലഭിച്ചിട്ടുണ്ട്? സാധാരണ എപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ ട്രംപ് പൊളിറ്റിക്കൽ സീനിലേക്ക് വന്ന ശേഷം സാധാരണ എപ്പോഴും സംഭവിക്കുന്നത് പോലെ തന്നെ മെയിൻ സ്ട്രീം മീഡിയ ട്രംപിനെ എതിർത്താണ് സംസാരിക്കുന്നത്. അവരെ ഡെമോക്രാറ്റ് ഒരു ലൈൻ ഓഫ് തോട്ടാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ അത് വളരെ എക്സ്പെക്റ്റഡ് ആണ്. ട്രംപിന് അതിനെക്കുറിച്ചൊരു കൂസൽ ഇല്ലതാനും. പ്രത്യേകിച്ചും ഇത് ട്രംപ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ട്രാൻസ്ഫോർമേഷണലായിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഒരു ടിപ്പിക്കൽ പ്രസിഡന്റ് അല്ല ട്രംപ്. അതായത് ബ്യൂറോക്രസിയും ഈ ഡീപ് സ്റ്റേറ്റും പറഞ്ഞാൽ അതുപോലെ ചെയ്തു പോകുന്ന ഒരാളല്ല ട്രംപ്. അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു അധോഗതി, കഴിഞ്ഞ ഒരു 10-50 കൊല്ലം അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടുള്ള അധോഗതി, അതായത് നൈസാവാൻ ശ്രമിക്കുന്നത് കൊണ്ടുള്ള ഒരു അധോഗതി. ഇപ്പം സാറ് പറഞ്ഞതുപോലെ, ജോസ് ജോൺ സാർ പറഞ്ഞതുപോലെ, ഇത് കയ്യൂക്കുള്ളവൻ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരുന്ന കാര്യം അമേരിക്ക ഇതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഗ്രീൻലാൻഡിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഒരു തമാശ ആയിട്ടാണ് ആൾക്കാർ എടുക്കുന്നത്. ഇതുപോലെ തന്നെ തമാശ ആയിരുന്നു അമേരിക്ക 1803 ലൂസിയാന പർച്ചേസ് ചെയ്തപ്പോൾ തോമസ് ജെഫേഴ്സൺ ഫ്രാൻസിന്റെ കയ്യിൽ നിന്നും. ഇതുപോലെ തന്നെ widely mocked as very foolish thing to talk about. But finally he purchased for $115 million the entire Louisiana. That means Canada തുടങ്ങി ഗൾഫ് ഓഫ് അമേരിക്ക വരെ നീണ്ടു കിടക്കുന്ന the entire Louisiana purchase was in 1803. ഒരു സ്റ്റുപ്പിഡ് ഐഡിയ എന്ന ആൾക്കാർ ലോകം മുഴുവൻ പറഞ്ഞൊരു സംഭവമാണ് തോമസ് ജെഫേഴ്സൺ അന്ന് ചെയ്തത്. സെയിം തിങ് അലാസ്ക പർച്ചേസ് in 1867 from Russia for $7.2 million. At that time that's called Seawards എന്ന് പറഞ്ഞ് കളിയാക്കിയ ഒരു സംഭവമാണ്. ഇപ്പം അമേരിക്കയുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആണ് അലാസ്ക. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്രസിഡന്റുമാരാണ് അമേരിക്കയ്ക്ക് പ്രസിഡന്റായിട്ട് വരേണ്ടത്. അല്ലാതെ കമലാ ഹാരിസോ ജോ ബൈഡനോ അങ്ങനത്തെ ആൾക്കാരല്ല. അതായത് നമുക്ക് രാജ്യത്തിന് ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ഫോഴ്സ് ഉപയോഗിച്ച് രാജ്യത്തിന്റെ നില സ്ട്രോങ് ആക്കുക, ലോകത്തിന്റെ നില സ്ട്രോങ് ആക്കുക, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള, അതായത് എല്ലാ ഡിസോർഡറും നമ്മുടെ ബോർഡറിലേക്കും നമ്മുടെ ബൗണ്ടറിയിലേക്കും നമ്മുടെ രാജ്യത്തിനുള്ളിലേക്കും വലിച്ചഴിക്കുന്ന രീതികൾ
എന്തിന്റെ പേരിൽ? കുറെ നൈസായിട്ട് ആൾക്കാരോട് സംസാരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ഇൻഫ്ലുവൻസ് കാരണം. ഇപ്പോ ജോർജ് ചോദിച്ചു, അല്ല ഈ മോളിയൻ ക്വസ്റ്റ്യൻ കണ്ടു, എന്തുകൊണ്ട് വെനീസുവേലയിലെ ആൾക്കാർക്ക് ഇല്ലാത്ത സങ്കടം ഈ കേരളത്തിലെ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവണം? ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ കമ്മ്യൂണിസമാണ് ലോകത്തിലെ ആയക്കൂടി ഇപ്പോൾ ഉള്ള കമ്മ്യൂണിസം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ അതിൽ ലീഡേഴ്സ് മുഴുവൻ മലയാളികളാണ്. സോ ബേസിക്കലി ഈ കേരള കമ്മികൾ ഒഴിവായാൽ ലോകത്തിൽ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തും കമ്മ്യൂണിസം ഇല്ല. പിന്നെ ആയക്കൂടിയുള്ളവരുടെ ന്യൂയോർക്കിൽ മേയറായിട്ട് ജനിച്ച മംദാനി. അപ്പോൾ ഇത് പെനിട്രേറ്റ് ചെയ്ത് അമേരിക്കയുടെ ഉള്ളിലോട്ട് കയറി ഇവിടെ കുളമാക്കാനായിട്ടുള്ള രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അതിനുള്ള സാഹചര്യങ്ങളെല്ലാം സൃഷ്ടിച്ചു. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതൊരു വർക്കൗട്ട് ചെയ്യാത്ത ഫിലോസഫി ആയതുകൊണ്ട് ഇത് എല്ലാ സ്ഥലത്തും നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇവ ഈ MA ബേബിയും ഈ പിണറായി വിജയനും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസം ഇല്ല, ഇറ്റ്സ് ഓവർ. ഇവർ പണ്ട് പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത്രേ ഉള്ളൂ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത്. ഈ മഡുറോ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു സോവറിൻ രാജ്യത്തിന്റെ പ്രസിഡന്റായിട്ട് യൂറോപ്യൻ യൂണിയൻ അംഗീകരിച്ചിട്ടില്ല, ഇംഗ്ലണ്ട് അംഗീകരിച്ചിട്ടില്ല, ട്രംപിന്റെ ഈ ഭരണകൂടം അംഗീകരിച്ചിട്ടില്ല, ഇതിന് മുമ്പത്തെ ട്രംപിന്റെ ഭരണകൂടം അംഗീകരിച്ചിട്ടില്ല, ബൈഡൻ ഭരണകൂടം അംഗീകരിച്ചിട്ടില്ല. ഇവർ പറയുന്നത് ഒരു സോവറിൻ നേഷന്റെ ലീഡറെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഈ ആൾക്കാരൊന്നും അംഗീകരിക്കാത്തൊരു ലീഡറാണ് ഈ മഡുറോ. ഈസ് ജസ്റ്റ് ടെററിസ്റ്റ് ലീഡർ ബേസിക്കലി. അപ്പോ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിലെ എക്കണോമി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന രണ്ട് ഫോഴ്സുകൾ പണ്ടത്തെ പോലെ തന്നെ ഇന്നും ഈ ക്യാപിറ്റലിസവും സോഷ്യലിസവുമാണ്. സോഷ്യലിസം എവിടെയെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ അവരതെല്ലാം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിയിട്ടുണ്ട്. ഈ വെനീസുവേലയുടെ ഈ പുരോഗതി മുഴുവൻ ഉണ്ടാക്കിയത് അമേരിക്കൻ കമ്പനികളാണ്, അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ആണ്, അമേരിക്കൻ ടെക്നോളജിയാണ്. ഈ ഡ്രില്ലിങ്ങും ഈ മാനേജ്മെന്റ് ടെക്നിക്സും സംഭവം എല്ലാം ചെയ്ത് വെനീസുവേലയുടെ ഓയിലിനെ ഒരു മാർക്കറ്റബിൾ പ്രൊഡക്റ്റ് ആക്കി മാറ്റിയത് അമേരിക്കയാണ്. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സോഷ്യലിസ്റ്റുകൾ വന്നു, വിപ്ലവം പ്രഖ്യാപിച്ചു, എല്ലാം ഏറ്റെടുത്തു, എല്ലാം പിടിച്ചെടുത്തു, നാഷണലൈസ് ചെയ്തു. പണ്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ബാങ്കുകൾ നാഷണലൈസ് ചെയ്ത പോലെ. അപ്പോൾ ഇത് സോഷ്യലിസം ആണെന്നുള്ള കോൺസെപ്റ്റ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഡിസ്ട്രോയിങ് പ്രോസ്പെരിറ്റി അറൌണ്ട് ദ വേൾഡ്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലാണെങ്കിലും നമുക്ക് പ്രോസ്പെരിറ്റി വരാൻ വളരെ ലേറ്റായി. 1991 നരസിംഹറാവു വന്ന ശേഷമാണ്, അല്ലെങ്കിൽ ഇന്ത്യ അതിനുവേണ്ടി ഫോഴ്സ്ഡ് ആയ ശേഷമാണ് ഇന്ത്യൻ എക്കണോമി ഓപ്പൺ അപ്പ് ചെയ്തത്. അതിനുശേഷമാണ് ഇന്ത്യക്ക് പ്രോസ്പെരിറ്റി ഉണ്ടായത്. അതിനു മുമ്പുള്ള സോഷ്യലിസം, നെഹ്റുവിന്റെയും ഇന്ദിരാഗാന്ധിയുടെയും സോഷ്യലിസം കൊണ്ട് ഇന്ത്യക്ക് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ അവിടെ നിന്ന് വിട്ട് പോരേണ്ടി വന്നതുകൊണ്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. യെസ്, പഠിപ്പിച്ചു, നല്ലോണം പഠിപ്പിച്ചു, നല്ല കോളേജിൽ പഠിപ്പിച്ചു, അത് കഴിഞ്ഞ് ജോലിയില്ല. ആൾക്കാരെന്ത് ചെയ്യും? മിഡിൽ ഈസ്റ്റിലോട്ട് പോകണം. ഈ നമ്മുടെ വീട്ടിൽ പിള്ളേരെ വളർത്തുന്നത് വേറെ ആൾക്കാരുടെ വീട്ടിൽ പോയി ജോലി ചെയ്യാനാണോ? അല്ലല്ലോ. അപ്പൊ ഈ സോഷ്യലിസം ഈസ് എ റോങ് കോൺസെപ്റ്റ്. When you have your youth studied, educated well and trained, they should have jobs in your country, not in foreign countries. അപ്പോൾ സോഷ്യലിസം ഈസ് എ റോങ് കോൺസെപ്റ്റ്. സോഷ്യലിസം കനോട്ട് ഫിക്സ് എനിത്തിങ്. ഇപ്പോഴും ഇന്ത്യയിൽ അതിന്റെ റെമിനൻസ് ഓഫ് സോഷ്യലിസം, ഇപ്പം കോൺസ്റ്റിറ്റ്യൂഷനിലെ സോഷ്യലിസം എഴുതി ചേർത്ത ഇന്ദിരാഗാന്ധിയാണ് സോഷ്യലിസം എഴുതി ചേർത്തത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതിനുമുമ്പ് സോഷ്യലിസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഫാക്ട്സ് ആണ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് ഇതിനോട് എതിർപ്പുണ്ടാകുന്നതുകൊണ്ട് ഈ സോഷ്യലിസ്റ്റ് ഇൻഫ്ലുവൻസ് സ്ട്രോങ് ആയതുകൊണ്ടാണ്. ഇന്ത്യൻ ഗവൺമെന്റ് മഡുറോയെ അംഗീകരിച്ചിട്ടുണ്ട്. വൈ? ഐ ഡോണ്ട് നോ. ഈ ലോകം മുഴുവൻ ഒരു ടെററിസ്റ്റ് ആണെന്ന് പറയുന്ന ഈ മഡുറോനെ എന്തിന് ഇന്ത്യൻ ഗവൺമെന്റ് അംഗീകരിക്കണം? ഇപ്പൊ തന്നെ സാറ് പറഞ്ഞു, ഈ ഖനനം ചെയ്യാനായിട്ടുള്ള ഇന്ത്യൻ കമ്പനികൾക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്ന ഒരു സംഭവമാണിത്, ബിക്കോസ് ഓഫ് ദ ഡെൻസിറ്റി ഓഫ് ദി ഓയിൽ. അതായത് ഈ വെനിസ്വേലയിലെ ഓയിലും ഇന്ത്യയിലെ ഓയിലും സെയിം ആയതുകൊണ്ട് ഇന്ത്യ ഈസ് എക്സ്പീരിയൻസ്ഡ് ഇൻ പ്രോസസിങ് ദീസ് ഓയിൽ. ആ ഓപ്പർച്യൂണിറ്റി ഒന്നും കാണാതെ നമ്മൾ ഇതിന് മഡുറോയെ അംഗീകരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ കമ്മ്യൂണിസം സോഷ്യലിസം എന്ന് പറയുന്നത് ഒരു ഫ്ലോഡ് ഐഡിയയുടെ പുറകെയുള്ള ഒരു പോക്കാണ്. അതായത് ഒരു യൂട്ടോപ്പിയൻ ഡ്രീം, ലോകത്തെല്ലാം ഞങ്ങൾ സെയിം ആക്കും, എല്ലാവരെയും ഈക്വൽ ആക്കും. ലോകത്ത് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ബുദ്ധിയുള്ളവൻ അവൻ എന്റെ ജീവിതത്തിൽ മേലോട്ട് പോകും. എല്ലാം ഈക്വൽ ആകാൻ ശ്രമിച്ചാൽ ദ ഓൺലി തിങ് വി ക്യാൻ ഡു ഈസ് ടു ഷെയർ പോവർട്ടി, ഡിസ്ട്രിബ്യൂട്ട് പോവർട്ടി, ബ്രിങ് എവരിബഡി ഡൗൺ. അതാണ് ഈ രാജ്യങ്ങളെല്ലാം ചെയ്തത്. വെനീസുവേല ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് വളരെ കുറച്ച് വർഷങ്ങൾ മുമ്പ്. അത് ഇത്തരം സിറ്റുവേഷനിലേക്ക് എത്തിക്കുകയും ഓൾമോസ്റ്റ് 25% ആൾക്കാർ രാജ്യം വിട്ട് അമേരിക്കയിലേക്ക് കുടിയേറുകയും ചെയ്തു കഴിഞ്ഞ 4-5 കൊല്ലത്തിൽ. അപ്പൊ ഇതിനൊക്കെയുള്ള കാരണം എന്താണ്? ഫണ്ടമെന്റൽ റീസൺ ഈസ് മാർക്സിസം, സോഷ്യലിസം. അപ്പൊ ആരാണ് മഡുറോനെ സപ്പോർട്ട് ചെയ്യുന്നത്? മാർക്സിസ്റ്റുകൾ, സോഷ്യലിസ്റ്റുകൾ, MA ബേബി, പിണറായി വിജയൻ. വെരി ക്ലിയർ. സോ വി ഷുഡ് ഫൈറ്റ് ദം in terms of economic philosophy and tell that your stupid idea don't work anywhere in the world. ഓക്കെ, അവസാനം ഒരു കാര്യം കൂടി, നമ്മൾ ഈ മഡുറോയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം ഈ സഭയ്ക്കെതിരെ, പ്രത്യേകിച്ച് അവിടുത്തെ കത്തോലിക്ക സഭയ്ക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു പീഡനങ്ങൾ അല്ലെങ്കിൽ ഉപദ്രവം അവിടെ വരുത്തിയിട്ടില്ലേ, പ്രത്യേകിച്ച് ഈ വെനിസ്വേലയിലൊക്കെ? അതിനെപ്പറ്റി അതും സെയിം തിങ് ആണ്. അതിലും സംഭവിക്കുന്നതും ഈ കമ്മ്യൂണിസത്തിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം ഇല്ലാണ്ടാക്കുക, ദൈവം എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലാണ്ടാക്കുക, ഫാമിലി എന്നുള്ള കോൺസെപ്റ്റ് ഇല്ലാണ്ടാക്കുക.
ഇപ്പം ചൈനയിൽ എന്ത് സംഭവിക്കുന്നത്? ചൈനയിലെ ആൾക്കാർക്കെല്ലാം സമൃദ്ധിയുണ്ട്, ഫുഡുണ്ട്, ജോലിയുണ്ട്, സെക്സ് ഉണ്ട്, അവർക്ക് വേണ്ടതെല്ലാം കിട്ടും, കാശുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ദർ ഇസ് നോ ഫ്രീഡം, ദർ ഇസ് നോ ലിബർട്ടി, ദർ ഇസ് നോ ഗോഡ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ ബേസിക് ദ ഫേസ് ഓഫ് കമ്മ്യൂണിസം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ മനുഷ്യനെ ഒരു ഗവൺമെന്റിന്റെ കയ്യിൽ ഒരു ടൂൾ പോലെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇൻഡിവിജ്വലിസം ഇല്ല, ഇൻഡിവിജ്വൽസിന് പൊങ്ങി വരാൻ അല്ലെങ്കിൽ ലിബർട്ടി, ഫ്രീഡം, ഈ കോൺസെപ്റ്റുകളൊന്നുമില്ല. അപ്പം റിലീജിയൻ ഇല്ലാണ്ടാക്കുക എന്നുള്ളതും ഈ സെയിം മാർക്സിസത്തിന്റെ ഒരു ഗോളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മഡൂറോനെ സംബന്ധിച്ച്, മഡൂറോ കാത്തലിക് ആയിട്ട് ജനിച്ച ആളായിരിക്കാം, പക്ഷെ അറ്റ് ദ സെയിം ടൈം പുള്ളിനെ സംബന്ധിച്ച് പുള്ളിയുടെ കൂടെ കൂടി നിൽക്കുന്ന ഈ മാർക്സിസ്റ്റുകാരുടെ കൂടെ കൂടി നിന്നാൽ പുള്ളിക്ക് ഗുണങ്ങളുള്ളതുകൊണ്ട് പുള്ളി അവരുടെ കൂടെ കൂടി നിന്നു. അപ്പൊ അതിന് റിലീജിയനെതിരായിട്ട് സംസാരിക്കുകയും റിലീജിയൻ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടത് പുള്ളിയുടെ ഒരു ജോലിയായിട്ട് മാറുന്നു. ദാറ്റ്സ് ഓൾ ഹി ഡൺ. ഹി ഹാസ് ഡൺ ഫോർ അതർ ഇൻട്രസ്റ്റ്, നോട്ട് ഫോർ പീപ്പിൾ. തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. വെനിസ്വലയിൽ അമേരിക്ക സ്വീകരിച്ച, പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച ആ ഒരു നടപടി വളരെയധികം പ്രശംസിക്കേണ്ട ഒന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ഈ മഡൂറയെ വലിയ ഹീറോയാക്കി അങ്ങനെ ഒരു വൈകാരിക പരിവേഷം, അല്ലെങ്കിൽ ഒരു സഹതാപ തരംഗമൊക്കെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന പ്രത്യേകിച്ച് ഈ സഖാക്കളുടെയൊക്കെ ഒരു ഇരട്ടത്താപ്പ് കൂടി ഈ ഒരു ചർച്ചയിൽ തുറന്നു കാണിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ജനങ്ങളെ അടിച്ചമർത്തി ഭരിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കണ്ണീരും കഷ്ടതയും മാത്രം സമ്മാനിക്കുന്ന ഭരണാധികാരികൾക്ക് അന്ത്യം കുറിക്കുവാൻ ട്രംപിനെ പോലുള്ള നേതാക്കൾക്ക് തീർച്ചയായിട്ടും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ വിൻസെന്റ് സേവ്യർ, ഒപ്പം തന്നെ ഡോക്ടർ ജോസ് ജോൺ മല്ലികശ്ശേരി, രണ്ടുപേർക്കും നന്ദി. താങ്ക് യു ജോർജി, താങ്ക് യു.